രാഷ്ട്രീയത്തിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പണ്ട് EMS നമ്പൂതിരിപ്പാട് പറയുമായിരുന്നു, അതിനിപ്പം പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ട എന്ന്. വെച്ചാൽ പാഴൂർ പടിപ്പുരയിൽ നിന്നാണോ അവസാന വാക്കെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. എന്നുവെച്ചാൽ അവിടെ പോയി ജ്യോതിഷം നോക്കുകയും ഒന്നും വേണ്ട. അവിടെ ജ്യോതിഷത്തിന്റെ ഒരു വലിയ ഉറവിടമാണല്ലോ. അത് വെച്ചാണ് EMS അങ്ങനെ പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ സഖാക്കന്മാരൊക്കെ പാഴൂർ പടിപ്പുരയല്ല, അതിനപ്പുറത്തും ഉള്ള പടിപ്പുരകളിലേക്കാണ് ജ്യോത്സ്യ സംബന്ധമായ വിവരങ്ങൾ അറിയാൻ പോകുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ CPM-ലെ മുതിർന്ന ചില നേതാക്കന്മാർ MV ഗോവിന്ദൻ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി എന്നുള്ളത്. ജ്യോത്സ്യന്റെ അതായത് ഈ ജ്യോത്സ്യനെ കണ്ട് MV ഗോവിന്ദൻ തൻ്റെ കാര്യങ്ങൾ ശരിയാണോ, തനിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളല്ലേ, അവിടുന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകേണ്ട ആളാണ്, അതിന് വിഘ്നം നിൽക്കുന്നത് ആരാണ് എന്ന് ചിലപ്പോൾ അന്വേഷിക്കാൻ പോയതായിരിക്കാം. കാരണം എല്ലാവർക്കും അവരവരുടെ ഭാവിയാണല്ലോ വലുത്. ചിലരൊക്കെ ഈ ഒരു തടസ്സം നിൽക്കുന്നുണ്ടാകും. മാർഗേ കിടക്കുന്ന മർക്കട നീ അങ്ങ് മാറിക്കിട എന്ന് MV ഗോവിന്ദൻ അതങ്ങോട്ട് പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ എന്താണ്, ജ്യോത്സ്യനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്ത് പരിഹാരക്രിയ ചെയ്യണം. ശത്രു സംഹാരമാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹോമം എന്തെങ്കിലും ചെയ്യണമോ, പല കാര്യങ്ങളും നിർദ്ദേശിക്കാം. ഭാവി ഒരു ഭൂതമായി നോക്കുന്നുണ്ടാകാം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും MV ഗോവിന്ദൻ പയ്യന്നൂരിലുള്ള ഒരു മാധവ പൊതുവാൾ അങ്ങനെയുള്ള ഒരു ജ്യോത്സ്യന്റെ അടുക്കിലേക്ക് പോയത്. എന്തായാലും ആ ജ്യോത്സ്യൻ ഇപ്പോൾ പേര് കേട്ടവനായി. കാരണം സഖാക്കന്മാർക്ക് പോലും വിശ്വാസ്യതയുള്ള ഒരു ജ്യോത്സ്യൻ വരുമ്പോൾ അത് തീർച്ചയായും മറ്റുള്ളവർക്കും വലിയ വിശ്വാസ്യത ഉള്ള ആളായി തീരും. അങ്ങനെ സഖാക്കന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയായി തീർന്നിരിക്കുകയാണ്. പാർട്ടി ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ല, പിണറായി തന്നെ MV ഗോവിന്ദനെ പറഞ്ഞു വിട്ടതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി തുടർഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ തുടർഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആള് എന്തായിരിക്കും സംഭവിക്കുക, ഏത് തരത്തിലുള്ള നീക്കം നടത്തണം, എവിടെ നിന്നൊക്കെ ശത്രുക്കൾ നുഴഞ്ഞു കയറി വരുന്നുണ്ട് എന്ന് ചിലപ്പോൾ കവടി നിരത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവരെ എങ്ങനെ തുരത്തി നിർത്തണം എന്നുള്ളതും ജ്യോത്സ്യൻ പ്രവചിക്കും. അപ്പോൾ ഒന്നുകിൽ MV ഗോവിന്ദന്റെ കാര്യത്തിന് വേണ്ടി പോയതാകാം, അതല്ലെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നിർദ്ദേശപ്രകാരം MV ഗോവിന്ദൻ പോയതുമാകാം. ഈ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ഒക്കെ പല സഖാക്കന്മാർക്കും ഒക്കെ അവരുടെയും പതിവാണ്. പണ്ട് 2016 മന്ത്രിയായിരുന്ന സമയത്ത്, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ശബരിമലയിൽ പോയി ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് വളരെ നേരം നിന്ന് ദർശനം നടത്തിയിട്ടില്ലേ? പിണറായി വിജയനും ശബരിമലയിൽ പോയിട്ടുണ്ട്, ശ്രീകോവിലിന് മുമ്പിൽ വരെ എത്തിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് ശ്രീകോവിലിന് മുമ്പിൽ എത്തി. അന്ന് അദ്ദേഹം അവിടെ 2016 ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് പോയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ശബരിമലയിൽ എങ്ങനെ യുവതികളെ പ്രവേശിപ്പിക്കാം, ഏത് വഴിയിലൂടെ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് അവിടെ ഇറക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കണ്ടെത്താൻ വേണ്ടി പോയതായിരിക്കാം. അത് നമ്മൾ പിന്നീടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം അവിടെ പോയി. പിന്നീട് ഇപ്പോൾ ചില സഖാക്കന്മാര് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ സഖാക്കന്മാരുടെ ഭാര്യമാര് പോകും. ഇപ്പൊ തന്നെ പിണറായി വിജയന്റെ ഭാര്യയും മകളും കൂടെ പോയില്ലേ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കുടുംബസമേതമാണല്ലോ സഖാക്കന്മാർ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിക്കേറിയത്. അപ്പോൾ കമലാ വിജയനും വീണാ വിജയനും എല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തില് കാര്യങ്ങളൊക്കെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന, ദർശനം നടത്തിയാൽ മാറിക്കിട്ടുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയത്. അത് വലിയ വാർത്തയൊക്കെ ആയിട്ട് വന്നതാണ്.
ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ക്ഷേത്രത്തിൽ പോകത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് വേണ്ട വഴിപാടുകളെല്ലാം ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അദ്ദേഹത്തിന് വേണ്ടി ഈ സമീപകാലത്ത് ഉണ്ടായിരുന്നില്ല, വളരെ മുമ്പൊക്കെ തന്നെ എല്ലാ മാസവും കൃത്യമായി ശബരിമലയിൽ എത്താറുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മന്ത്രിയായിരുന്ന സമയത്ത് ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൽ അദ്ദേഹം കൃഷ്ണന്റെ സന്നിധിയിൽ എത്തി അവിടെ അർച്ചന നടത്തുകയൊക്കെ ചെയ്തു. പിണറായി വിജയനും പോയിട്ടുണ്ട്. പുറത്തു നിന്ന് ചോദിച്ചു, അവിടെ അല്ലേ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ സഖാക്കന്മാർക്ക് രഹസ്യമായിട്ടൊക്കെ കാര്യങ്ങളാകാം, അത് പരസ്യമൊന്നും ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമോ മുഖ്യന്റെ നിർദ്ദേശപ്രകാരമോ എം വി ഗോവിന്ദൻ പോയി എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ചിത്രം പരന്നിട്ടുണ്ട്. അത് വലിയ ചർച്ചയുമായി നിൽക്കുകയാണ്. എം വി ഗോവിന്ദന്റെ സമയം ശരിയല്ല എന്നാണ് തോന്നുന്നത്. അത് പിന്നെ ജോത്സ്യന് അത് കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തടസ്സമായിട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ കാരണഭൂതന്റെ മരുമകനാണ്. അപ്പോൾ ചിലപ്പോൾ അത് എങ്ങനെ ഇല്ലാതാക്കി മുമ്പോട്ട് പോകാം. ഒരുപക്ഷെ ഭരണം കിട്ടണമെന്നുമില്ലല്ലോ. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാര്യങ്ങളെല്ലാം റെഡിയാണെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ വരണ്ടേ? അതിന് സാധ്യതയുണ്ടോ? ഇതെല്ലാം നോക്കണ്ടേ? ഇപ്പോൾ തന്നെ മന്ത്രിപദത്തിൽ നിന്നാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയിലേക്ക് വന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മുകളിൽ നിൽക്കുന്നതാണ്. അതൊക്കെ ചിലര് കേരളത്തിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളതുമാണ്. ഇപ്പൊ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പിന്നെ കാരണഭൂതന്റെ നിർദ്ദേശപ്രകാരമാകാം ചിലപ്പോൾ എം വി ഗോവിന്ദൻ അവിടെ പയ്യന്നൂരൊക്കെ ഇതിൻ്റെ ജ്യോത്സ്യന്മാരുടെയൊക്കെ ഒരു കേന്ദ്രം കൂടിയാണ്. അവിടെ ജ്യോത്സ്യനെ കാണാൻ പോയതും. അപ്പോൾ ഒരുപക്ഷെ ഇതിന് പരിഹാരക്രിയകൾ പലതും ചിലപ്പോൾ എം വി ഗോവിന്ദനും നടത്തേണ്ടി വരും, പിണറായി വിജയനും നടത്തേണ്ടി വരുമെന്നുള്ളതാണ്. അതൊക്കെ ഇവർ വേണമെങ്കിൽ രഹസ്യമായി വീടുകളിൽ അത്തരത്തിലുള്ള പൂജയും കർമാദി കാര്യങ്ങളും ഒക്കെ ചെയ്യുമായിരിക്കും. പണ്ട് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പിന്നെ ഇവരെ ഒന്നും തന്നെ വകവയ്ക്കത്തില്ല. പാർട്ടി പറയുന്ന സിദ്ധാന്തമൊന്നും അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന ആളുമാണ്. അപ്പൊ എന്തായാലും CPM മൊത്തത്തിൽ അങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അവരിനിയിപ്പോൾ കുറെ കഴിയുമ്പോൾ അവർ പറയും വിശ്വാസികൾ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും എല്ലാം പോവുക, നേതാക്കന്മാർക്കും അവർ ജ്യോതിഷൻ ഒക്കെ കാണുക, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ എം വി ഗോവിന്ദനും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്.